അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റുന്നു അല്ലേ? സാധാരണ മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നു. അല്ലാഹു ആഫിയത്തും ആരോഗ്യം അല്ലാഹു തരട്ടെ. ഇരിക്ക് ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ 3 ഫാത്തിഹ ഓതണം. ഇത്ര 3 എൻ്റെ കൂടെ നിങ്ങൾ 6 സ്വലാത്ത് ചൊല്ലണം. ആ ദ്വാന്റെ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ വന്ന നിങ്ങളെ വിഷമം അല്ലാഹു മാറ്റി തരട്ടെ. വേറെ ഒന്നും ചെയ്യണ്ട. ഈ ദ്വാ ഇല്ലാതെ വേറെ മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോ അതിന് നമുക്ക് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? രോഗം അത് വല്ലാത്തൊരു പ്രശ്നമാണ്. അല്ലാഹു മാരകം. ഇമ്മമാർക്ക് സീറ്റ് കൊടുത്താണ് ചെറുപ്പക്കാരായ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് നിൽക്കി. എന്നിട്ട് വയസ്സായവർക്ക് സീറ്റ് കൊടുക്കി ഇരിക്കും. അതായിരിക്കും നിങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പക്കാരത്തിൽ സീറ്റ് കൊടുക്കി കേട്ടോ. പിന്നെ കൂടെ നിങ്ങൾ 3 ഫാത്തിഹ ഓതണം. 6 സ്വലാത്തുകളുടെ കൂടെ ചൊല്ലണം. അതിൽ ഒന്നാമത്തെ സ്വലാത്ത് അത് നമ്മൾ നിയ്യത്ത് വെച്ചിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. ഈ സദസ്സിന് പങ്കെടുത്ത എല്ലാവരുടെ വിഷമങ്ങളും ഖാലിഖായ പടച്ച റബ്ബ് മാറ്റിത്തരട്ടെ. എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. വിഷമം ഒരുപാടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ വന്ന് അല്ലിപ്പോ നിങ്ങൾ വരുമോ? നിങ്ങൾ വരൂല അല്ലേ? ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരാൻ. രണ്ടാമത് നമ്മൾ സ്വലാത്ത് ചൊല്ലും. രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫ നൽകട്ടെ. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മളെ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ കാണാൻ ഖാലിഖായ പടച്ച റബ്ബ് ഭാഗ്യം തരട്ടെ. നാലാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫദ്ല് പറയാൻ നിങ്ങളെ വിഷമങ്ങൾ മാറുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. യൂട്യൂബിലൂടെ ഒരുപാട് പേര് ആമീൻ പറയുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആറാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒരുപാട് പേര് നമ്മളെ മജ്‌ലിസിന് വട്ടമിട്ട് കറങ്ങുന്നുണ്ട്. അല്ലാഹുവിന്റെ ശർറുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരെ ആളുകളെ പറയാണ് സ്വലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉറക്കമൊടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ 24 മണിക്കൂർ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. അത്രക്കും പ്രതിഫലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഇബ്ലീസും കുറെ കൂടുതലാണ്. അല്ലാഹുവിന്റെ ശർറുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ 6 സ്വലാത്ത് നമ്മൾ ചൊല്ലണം കേട്ടോ. എല്ലാവരും ലക്ഷ്യം എന്താ? ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ കുറക്കുക. എന്തെങ്കിലും ഫിത്ന പറയാം, മനസ്സിലായില്ല? എന്നോട് പറയേണ്ട കാര്യങ്ങൾ എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ എന്നോട് പറയുന്നതിന് പകരം സോഷ്യൽ മീഡിയ എന്ത് ചെയ്യാം? 4 ലൈക്കും 4 ഷെയറും ഷെയറും പിന്നെ ഓൾക്ക് കുറച്ച് നല്ല കമന്റും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. 3 ഫാത്തിഹയുടെ കൂടെ ഓതണം. 6 സ്വലാത്തും ചൊല്ലണം. അല്ലാഹു നമ്മളെ എല്ലാ സങ്കടം അല്ലാഹു മാറ്റി തരട്ടെ. ഇലാഹു നബിയനാ ഹബീബിനൽ മുസ്തഫ ومربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرة حمزة القرارة وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة ذي القرنين وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى
أمهات المؤمنين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيد أحمد جلال الدين البخاري كاتب بابا. وإلى حضرة كامل متم فريد ولي الله. وإلى حضرة برامة بابا. وإلى حضرة فاطمة بيه. وإلى حضرة مرحوم السيد آتكوي تنغل بابا. وإلى حضرة مرحوم السيد متوي تنغل بابا. وإلى حضرة قيم السبوكوي تنغل بابا. وإلى حضرة بعل بالسيد أتبيه. وإلى حضرة بعل بالسيد بيكن بيه. وإلى حضرة بعل بالسيد شري بيه. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. الله ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അതിന്റെ ഓരോരോ ഹർഫിന്റെയും ഓരോരോ അക്ഷരങ്ങളുടെയും ഓരോരോ വള്ളിയുടെയും ഓരോരോ പുള്ളിയുടെയും പ്രതിഫലം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. 6 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. അതിലൊന്നാമത്തെ സ്വലാത്ത് അല്ലാഹു നമ്മളെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരാൻ. ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. രോഗം തന്നെ അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് മദീന കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. നാലാമതും ഒരു സ്വലാത്ത് ചൊല്ലും. ഇവിടെ വന്ന നിങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് അതിന്റെ പ്രതിഫലം അല്ലാഹു തരട്ടെ. എന്റെ നീയത്ത് വെച്ചിട്ടാണോ നിങ്ങൾ വന്നതെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കുള്ള സന്തോഷവാർത്ത അറിയിക്കട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. യൂട്യൂബിലൂടെ ഒരുപാട് പേര് മജ്‌ലിസ് കാണുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആറാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹ് ഈ സ്വലാത്ത് തകർക്കാൻ വേണ്ടി വട്ടമിട്ട് പാനി നടക്കുന്നവരുണ്ട്. 6 വർഷമായി റബ്ബേ അവരുടെ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണല്ലാ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقدار العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقدار العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر لك بالحق والهدي إلى صراطك المستقيم وعلى آله قدره مقدار العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد
فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي وعلى آله قدره ومقداره العظيم. الله നീ സ്വീകരിക്കണം, അല്ലാഹ് നീ കബൂലാക്കണം. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافي مزيدا. اللهم اوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه هدية واصلا ورحمة نازلا وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهرنا رؤيته وحوردنا حول المورود. اللهم بدل ظاهرية وباطنية وروحانية وجسمانية وشيطانية وجنية وعينية وسهرية يا رب العالمين. أرحم الراحمين يا رب. ഈ ദിവസത്തിൽ ഈ കൂടപ്പറപ്പീങ്ങളോട് കൂടെ ഈ മജ്‌ലിസിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ സ്വീകരിക്കണം അല്ലാഹ്. അതിന്റെ ഓരോ ഹറഫിന്റെയും ഓരോ അക്ഷരങ്ങളുടെയും പ്രതിഫലം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ 4600 കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ കല്ലിന്റെ കഷ്ണമായ ഹബീബായ മുത്തുനബിന്റെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹ് റസൂലുള്ളാഹിന്റെ തവന നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹ് ദുനിയാവ് ആഡംബര വസ്തുവാണ് റബ്ബേ. ദുനിയാവിന്റെ ചതിക്കുഴിയിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അല്ലാഹ് ദുനിയാവിന്റെ ചതിക്കുഴിയിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ലോ. ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണമല്ലോ. ഞങ്ങളെ മരുമക്കളെ നന്നാക്കണമല്ല. ഞങ്ങളെ പേരമക്കളെ നന്നാക്കണമല്ല. അവരെ കള്ളിനടിമയാക്കല്ല അല്ല. അവരെ കഞ്ചാവിന് അടിമയാക്കല്ല അല്ല. അവരെ പെണ്ണിന് അടിമയാക്കല്ല അല്ല. അവരെ ഫോണിനടിമയാക്കല്ല അല്ല. മാതാപിതാക്കൾ നോക്കുന്ന മക്കളാക്കണല്ല. കൂട്ട് സെറ്റിൽ കൂടിയിട്ട് അവര് പറയുന്ന വാക്ക് കേട്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഇങ്ങനത്തെ മക്കളെ തരല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൽബ് നന്നാക്കണല്ലോ. നിങ്ങളെ മക്കളെ കൽബ് നന്നാക്കണല്ല. അല്ലാഹ് ഞങ്ങളെ വീട്ടില് സമാധാനം നൽകണല്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം നൽകണല്ല. അമ്മായിമ്മമാർക്കിടയിലും നാത്തൂമാർക്കിടയിലും മരുമക്കൾക്കിടയിലും ഐക്യം നൽകണം അല്ലാഹ്. മക്കളെ പോലെ കാണാനുള്ള കൽബ് ഞങ്ങളെ ഉമ്മമാർക്ക് അമ്മായിമാർക്ക് നൽകണല്ല. അല്ലാഹുവേ ഞങ്ങളെ മരുമക്കൾക്കോ ഞങ്ങളെ പറ്റ ഉമ്മയെ പോലെ കാണാനുള്ള കൽബ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരാളെ ശബനം ഞങ്ങളെ പെടുത്തില്ല റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാഹ്. കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ആരെങ്കിലും ഒരാള് കടക്കാരനായി മരിച്ചുപോയാൽ അവന്റെ മയ്യത്ത് അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കൂല. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കാത്ത മയ്യത്ത് അല്ലാഹ് ഏറ്റെടുക്കൂല. അങ്ങനത്തെ അവസ്ഥ വരുത്തില്ല റബ്ബേ. കടക്കാരനായി മരിപ്പിക്കല്ല അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ആങ്ങളമാര് പ്രവാസികളാണ്, ഞങ്ങളെ പേരക്കുട്ടികൾ പ്രവാസികളാണ്. ഞങ്ങളിൽ പെട്ട പലരും പ്രവാസികളാ. അവരെ ജനാദപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഇങ്ങനത്തെ അവസ്ഥ വരുത്തല്ല റബ്ബേ. ആപത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. രോഗത്തൊന്ന് പരീക്ഷിക്കല്ല റബ്ബേ. രോഗത്തൊന്ന് പരീക്ഷിക്കല്ല റബ്ബേ. എന്ത് രോഗം ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ കുടിക്കുന്ന മരുന്നിന് ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങൾ കുടിക്കുന്ന മരുന്നിന് നീ ശിഫ നൽകണം അല്ലാഹ്. അല്ലാഹുവേ മാനസിക രോഗത്തിന് പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹ് ഞങ്ങളിൽപ്പെട്ട പല രോഗികളാണ്. ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുഴയുള്ളവരുണ്ട്, കണ്ണിന്റെ കാലത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ചെവി ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, മൂക്കിന് ദശയുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, വായില് ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരം നിലച്ചുപോയവരുണ്ട്, സംസാരശേഷിയില്ലാത്തവരുണ്ട്, അല്ലാഹുവേ സംസാരിക്കാത്തവരുണ്ട്, അല്ലാഹുവേ ടോൺസിസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, തൊണ്ടയിലെ മുഴയുള്ളവരുണ്ട്, നെഞ്ചുവേദന വന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, അല്ലാഹുവേ ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, ഗർഭപാതയിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാതത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാതത്തിൽ മുഴകളുള്ളവരുണ്ട്, അല്ലാഹുവേ ഒരുപാട് പേർക്ക് ഗർഭപാതത്തിൽ താഴ്ന്നു പോകുന്ന രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭാശയ രോഗങ്ങളുള്ളവരുണ്ട്, പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനയ്ക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, മാനസികം വന്നവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്, അല്ലാഹുവേ ഒരുപാട് പേർക്ക് വെള്ളപ്പാടുള്ളവരുണ്ട്, അപസ്മാര രോഗമുള്ളവരുണ്ട്, തളർന്ന് കിടക്കുന്നവരുണ്ട്. അല്ലാഹ് ഈ രോഗം തന്നവർക്ക് ശിഫ നൽകണം അല്ലാഹ്. ഈ രോഗം നീ ശിഫ നൽകണം അല്ലാഹ്. വലിയ മാരകമായ രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് റാഹത്ത് നൽകണമല്ലാ, സമാധാനം നൽകണമല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് പ്രവാസികളാണ്, വിസയില്ലാത്തവർക്ക് വിസ നൽകണമല്ലാ, അക്കാമില്ലാത്തവർക്ക് അക്കാമ് നൽകണമല്ല. അല്ലാഹുവേ വിസയിൽ പോയവർക്ക് വിസയും ജോലിയും നൽകണമല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഉംറ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ല. പോയവർക്ക് നീ പോകാനുള്ള ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല. അല്ലാഹുവേ ഞങ്ങളെ സ്വലാത്തിനെ നിലനിർത്തണമല്ല, ഞങ്ങളെ സ്വലാത്തിനെ നിലനിർത്തണമല്ല. ഒരാൾ ശത്രുക്കളെ ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല. മരിച്ചു പോകുമ്പോ ഖബർ ഞങ്ങൾ ചെയ്ത നന്മയല്ലാതെ വേറൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് റബ്ബേ ഒരുപാട് പേര് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ട്, അതിൽ ഞങ്ങളെ പെടുത്തി കളയല്ല റബ്ബേ, അതിൽ ഞങ്ങളെ പെടുത്തി കളയല്ല റബ്ബേ. അല്ലാഹുവേ മരണം ആസന്നമാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വലാത്തുൽ അല്ലാഹുവിന്റെ റസൂൽ കലിമ ചൊല്ലത്തന്ന് പുഞ്ചിരിച്ചിട്ട് സലാം പറഞ്ഞിട്ട് കലിമ ചൊല്ലി റബ്ബേ ലോകത്തുനിന്ന് ഇവിടെ പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ല. അല്ലാഹുവേ ദുനിയാവിന്റെ ആഡംബരത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അല്ലാഹ് കല്യാണം ശരിയാവാത്തുണ്ട്, അവർക്ക് ഹൈറായ തുടകളെ നൽകണമല്ല. അല്ലാഹുവേ മക്കളും ഭാര്യയും തെറ്റി നിൽക്കുന്നവരുണ്ട്, അവരെ നീ ഒരു നിൽപ്പിക്കണമല്ല. ഹൈറ് നൽകണമല്ല, സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണമല്ലാ. അല്ലാഹുവേ കിലോമീറ്റർ താണ്ടി വന്നവരാണ് പടച്ച റബ്ബേ, വെറുതെയാക്കില്ല റബ്ബേ, വെറുതെയാക്കില്ല റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഇരുത്തം വെറുതെയാക്കില്ല അല്ലാഹ്. എത്ര സമയമാണോ ഈ വീടിന്റെ മുറ്റത്ത് ചെലവഴിക്കുന്നതെങ്കിൽ അവർക്ക് റഹ്മത്തിന്റെ മാലാകമാരെ നോട്ടം അവരിലേക്ക് എത്തിക്കണമല്ലാ.
അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മാലാഖമാരെ ഇവിടത്തേക്ക് ഇറക്കി കൊടുക്കണല്ല. മഹാന്മാരെ ബറക്കത്ത് നൽകണല്ല. ഞങ്ങളെ മദ്രസ ഉന്നതങ്ങളിൽ എത്തിക്കണല്ല. യതീമക്കളെ നോക്കുന്നവരെ നീ നോക്കണേല്ല. യതീമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ല. ഒരുപാട് പേര് യൂട്യൂബിലൂടെ ഈ മദ്രസ കാണുന്നുണ്ട്. അവർക്ക് നീ ഖൈർ നൽകണല്ല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ല മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദർ യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. ഫളില് പറയാ, ഫളില് പറയാ, ഫളില് സ്വർണം പൈസ ഫളിലൊക്കെ വിടുന്നുള്ളൂ. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഉമ്മ ബിഅഹ്ലി ബദർ യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ലൈവാണ്, ശബ്ദം കേൾക്കുക. പിന്നെ ഇവിടെ 77 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര? 77. ഈ 77 1-2 വർഷം കൊണ്ടാട്ടോ. 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും. ഒരു കുട്ടിനെ കെട്ടിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് അറിയോ? കുട്ടികളെ കെട്ടിച്ചോ? ഒരു കുട്ടിനെ കെട്ടിക്കണം. ഇൻഷാ അല്ലാഹ് 77 മക്കളെ കെട്ടിച്ചു. അത് മാത്രമല്ല, 100 ചില്ലാനം എത്തിയ മക്കൾ, അനാഥ പാവപ്പെട്ട എത്തിയ മക്കൾ നമ്മൾ ഏറ്റെടുത്തു. അത് മാത്രമല്ല, എങ്ങനെ വർത്താനം പറയട്ടെന്ന് പറയണം മലയാളത്തിൽ എങ്ങനെ. അതുപോലെ തന്നെ ഒരുപാട് എത്തിയ മക്കൾ സ്ഥലം വാങ്ങി, ഒരുപാട് പള്ളി നിർമ്മിച്ചു, മദ്രസ നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മാസം 30-ാം തീയതി 20 കുട്ടികളെ കല്യാണം. എത്ര? 20 കുട്ടികൾ. അതിൽ 8 അമുസ്ലിങ്ങളായ നമ്മളെ സഹോദരിമാരും 12 നമ്മളെ മക്കളും. വാപ്പയുണ്ടായിട്ട് യതീമിനേക്കാൾ വിഷമത്തോടെ കഴിയുന്നവർ, യതീമിനേക്കാൾ എന്നിട്ട് അൽഹംദുലില്ലാഹ് ഈ 72 മക്കളെ കെട്ടിച്ചപ്പോഴും ഒരാളെ മുന്നിൽ ചെന്നിട്ട് ഞാൻ നൂറെ ഹബീബ് തങ്ങളാ ഒരുപാട് ചാരിറ്റി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ മുന്നിൽ ഞാൻ ചെന്നിട്ട് കൈ നീട്ടിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഇവിടെ വരും ഓരോരുത്തർ വിഷമം പറഞ്ഞു വരും. പോലെ കാര്യം ശരിയാവും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സ്വർണം നേർച്ച. അങ്ങനെയാണ് ഇവിടെ ഇത്രയും കുട്ടികളെ കിട്ടുന്നത്. അൽഹംദുലില്ലാഹ് 20 കുട്ടികളെ കല്യാണം വരാൻ പോവാണ്. എന്ത് നീർച്ചങ്ങട്ട് നീതാല് ഫലാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തിരുനുഗ്രഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ 20 കുട്ടികളെ കല്യാണമാണ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. ബേജാറില്ല. ഇവിടെ നമുക്ക് അങ്ങനത്തെ ബേജാറില്ല. 1 കോടി ഉറുപ്പിന്റെ അടുത്ത് ചെലവ് വരും. എത്ര? 1 കോടി. നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയ പ്രശ്നം. ഇതാണ് പ്രശ്നം. എല്ലാവരും എനിക്ക് വാരിക്കോരി തരികയാണ്. ഈ 2 ഗേറ്റ് പൂട്ടിയാലും ആൾക്കാർ പൈസ ഇങ്ങോട്ട് ഇട്ടിട്ട് പോകും. ഞാൻ എന്താ ചെയ്യാം? വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഈ ലൈവിൽ കാണിക്കട്ടെ. ഓരോരുത്തർ തരുന്ന മുതൽ അള്ളാഹു പേടിച്ചാ പോരെ അല്ലേ? മഹ്ലൂക്ക് പേടിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നേരെ മനോഹരമായ ഒരു കമ്മലാണ്. നോക്കട്ടെ കമ്മലുണ്ടോന്ന്. മാഷാ അല്ലാഹ് കണ്ടോ? നല്ല തൂക്കള്ള കണ്ടങ്ങള്, നല്ല തൂക്കള്ള കമ്മലാണ്. അള്ളാഹു തന്നവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഇതാർക്കുള്ളതാ? എത്തിയ മക്കൾക്കും പിന്നെ പാവങ്ങളും ഉണ്ട് കേട്ടോ. അള്ളാഹ് തരാൻ എത്തി വെച്ചത്. വീട് ജപ്തിയായി. ഇപ്പൊ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തു. എത്ര ലക്ഷം റുപ്യ? 15 ലക്ഷം റുപ്യ വന്നീനോ?
ഇവിടെ വന്നിരുന്നു. 15 ലക്ഷം റുപ്യക്ക് ആധാരം ബാങ്കിലായിരുന്നു. അൽഹംദുലില്ലാഹ് അതെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള കടം അല്ലാഹു കൂട്ടി തരട്ടെ. ആ ഇവിടെ വന്നിരുന്നു. അപ്പൊ തങ്ങൾക്ക് എന്തായിരുന്നു? ഒക്കെ റാഹത്താവെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ ആധാരം എടുത്തു. ആ സന്തോഷത്തിന് ഒരു മാസമായിട്ടില്ല. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് തരട്ടെ. ഒരു ഫാത്തിഹ പോലും നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി അടുത്തത് ഇതൊരു മോതിരാണ് കേട്ടോ. ഒരു മോതിരം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്താ മാറിയതില്ലേ? മാഷാ അല്ലാഹ്. ഇവിടെ ഒരു വേദന പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ടോ? അപ്പൊ ഇവിടെ വന്നു അൽഹംദുലില്ലാഹ് 90% മാറി. അപ്പൊ ഒരു മോതിരം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 7 വയസ്സായ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ 7 വയസ്സായ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ 6 മാസം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് മോനെ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് കുട്ടിന്റെ രോഗം മാറി ഇവിടെ കൊടുന്നതിൽ അല്ലാഹു തക്കിച്ചല്ലോ. ഫാത്തിഹ ഓതും. തക്ബീർ മാത്രമല്ല. ഇതെന്താണ്? ഇത് എത്ര റുപ്യ? ഇതെത്ര? 15,000 റുപ്യ. ഇതെന്താണ്? എത്ര റുപ്യ കിട്ടാണ്ടായിരുന്നു? 5 ലക്ഷം റുപ്യ കിട്ടാണ്ടായിരുന്നു. എത്ര വർഷമായി? 7 വർഷമായി. ഇവിടെ വന്നിരുന്നോ? തലവന്റെ കിട്ടുകാരില്ലേ? കിട്ടുന്നവർക്ക് കിട്ടിയോ? അൽഹംദുലില്ലാഹ്. 7 വർഷം മുമ്പേ ഒരു 5 ലക്ഷം റുപ്യ കിട്ടാണ്ട് ഇത് കൊടുക്കണില്ല. എത്ര പോയിട്ട് കിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നു കിട്ടുമെന്ന് പറഞ്ഞു. സലാത്തല്ലേ ചെല്ലുന്നത്. 3 ലക്ഷം റുപ്യ കിട്ടി. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതിന് സമ്മാനായിട്ട് എത്തിയ മക്കൾക്ക് പിന്നെ 15,000 റുപ്യ. അടുത്ത മോതിരം കേട്ടോ. ഇതൊരു മോതിരം. ഇതെന്താണ്? ഇവിടെ വന്നീന്നോ? മകന് ഗൾഫില് പിന്നെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ജോലി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത് നേർച്ചയാക്കി റാഹത്താണ്. ഭയങ്കര വിഷമം. ഇങ്ങോട്ട് നേർച്ചയാക്കി റാഹത്തായി. അല്ലാഹു പൊന്നും കൊണ്ട് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അതിന് സമ്മാനാണ്. ഇതെനിക്ക് അല്ലാഹു ബർക്കത്ത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. ഇന്നെന്താ? ഇന്നില്ലല്ലോ. അല്ലാഹു വിസയായോ? മകന് വിസിറ്റ് വിസയിൽ പോയി. ഇവിടെ വന്നു വിസയായി. അതിന് ഇതായിരിക്കുമല്ലോ പൈസ. എത്തിമക്കൾക്ക് ഇതൊക്കെ 20,000 എത്തിമക്കല്ല കേട്ടോ. അല്ലാഹു ബർക്കത്ത്. ഇതെന്താ? നിങ്ങൾ ഫദില് മാത്രം നല്ല മാർക്കോട് ജയിച്ചു അല്ലേ? അതിന് സമ്മാനാണ്. ഇതാർക്കുള്ള? എനിക്കുള്ള. അല്ലാഹു ബർക്കത്ത്. എന്തേത്? ക്യാൻസറിന്റെ ടെസ്റ്റിനാ? ഗർഭപാത്രക്കുമ്മള ടെസ്റ്റിന് പോകുമ്പോ ഇതിപ്പോ കാര്യം ശരിയായതാ? ഇല്ലാതൊക്കെ ഇതാർക്കുള്ള? ഇതിരിക്കുള്ളതാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെത്തിയ മക്കൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ വന്നിരുന്നു. മാഷാ അല്ലാഹ്. ചേച്ചി 2 മക്കൾക്ക് പൊന്ന് ശരിയായിരുന്നില്ല. 2 ശരിയായി. ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. അത് മാറിക്കോളും. ഇത് പരിക്കുള്ളതാണ്. 2 കുട്ടികളെ കല്യാണം ശരിയായില്ല ചേച്ചിന്റെ. അല്ലാഹുവൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഇവിടെ വന്നിരുന്ന ഒരുപാട് സങ്കടത്തോട് കുട്ടികളെ കല്യാണം ശരിയാകുമെന്ന് പറയാനൊക്കെ അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ. അല്ലാഹു പിന്നെ ആരുമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി. ഇതൊക്കെ എന്താ ഞാൻ വരും. ശരിക്കും അപ്പൊ നമ്മള് വരും അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് ഈ തന്നവർക്കൊക്കെ അർഹമായ ഫദ്ൽ അല്ലാഹു കൊടുക്കട്ടെ. ഇതെന്താ? ഉണങ്ങി. മാഷാ അല്ലാഹ്. വരാതൊക്കെ ഇതെന്താണ്? അതെന്താണ്? ഒക്കെ ആഴ്ചയിലായി. മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ പറയുള്ളൂ? ഇപ്പൊ കാണുന്നുണ്ടോ? അല്ലാഹ് നോക്കിങ്ങള്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹ് മൂപ്പര് എവിടെ ഇങ്ങോട്ട് നോക്കി കുറ്റിപ്പൊട്ടുന്ന കാക്ക. മൂപ്പര് കണ്ണ് കണ്ടിരുന്നില്ല ഇടത് ഭാഗത്ത്. ഇപ്പൊ ഇവിടെ വന്ന് കുത്തിയപ്പോ കാണാൻ തുടങ്ങിയെന്ന്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ പേരെന്താ? ബഷീർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കണ്ണ് മണ്ണിന്റെ പ്രത്യേകത കാണിരിക്കും. കോടാനക്കോടി സ്വലാത്ത് ചൊല്ലുന്ന ഇതാണ് നിങ്ങൾ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ഈ മണ്ണിന് അല്ലാഹ് തന്നൊരു നിഅമത്താണ്.
ഈ മക്കളെ കണ്ണീരൊപ്പുന്ന സ്ഥലം അള്ളാഹു ബർക്കത്ത്. മുതലാളി എന്താ നീച്ചുന്നത്? ഞമ്മക്ക് നിങ്ങൾ മുതലാളി. അള്ളാഹു അള്ളാഹ് എല്ലാവർക്കും കേട്ടോ.